യൂട്യൂബ് ചാനൽ ഡീസ ബ്ലോഗ്സ്. ഉണ്ണിനെ പിടിക്കണം, അതിനാടി ഡ്രസ് ഇടിപ്പി. അതെന്താ ഗൈഡ് ലൈൻസ് ഒക്കെ ഉണ്ട് തോന്നുന്നുണ്ട്, അങ്ങനെയുണ്ട്. ഞാനിപ്പോ എന്റെ വീട്ടിലാണ്. ഞാൻ എന്നാ വന്നതെന്ന് അറിയാം, ഞാൻ ചൊവ്വാഴ്ചയും പോട്ടെ, തിങ്കളാഴ്ച ഇങ്ങോട്ട് വന്നു. കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വെച്ചിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ ഇത് രാവിലെ ഞാൻ 10 മണിക്കൊക്കെ ഏറ്റു. ഉണ്ണി അതിലും മുന്നേ ഏറ്റിരിക്കണതാണ്. അതിന് ട്രൗസർ ഇടിപ്പിക്കുക, അതൊന്നും ഇടാണ്ടായി നടക്കണത് അല്ലടാ. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്ന് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാന്ന് വെച്ചിട്ട് വന്നേക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറയാൻ വന്നേ, ഇപ്പൊ സമയം മണി 10:45. ഞാൻ രാവിലെ ഏറ്റ് പല്ലൊക്കെ തെച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അപ്പോഴേക്കും അമ്മ ഉണ്ണിക്ക് ഫുഡും സംഭവങ്ങളൊക്കെ കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി അവനെ കുളിപ്പിക്കണം. അവനെ കുളിപ്പിക്കണം. അപ്പൊ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ കാണിക്കാൻ പോണത്. ഞാനും ഉണ്ണി മാത്രമുള്ള ഡേ ഇൻ മൈ ലൈഫാണ്. സ്റ്റെബി ഇവിടെ ഇല്ല. സ്റ്റെബി മറ്റേ എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്തേക്ക് ഓഫീസിലേക്ക് പോയിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാനും ഉണ്ണിയുടെയും ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോണത്. അയ്യോ, എൻ്റെ മൂക്ക് നല്ലോണം കടിക്കുന്നുണ്ട്. അതെ, അപ്പം ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോണത്. കള്ളത്തരം മാത്രം കയ്യിലുള്ള അവന് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഒരു കരച്ചിണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലൊക്കെ ഉണ്ട്. അതായത് പിള്ളേര് പിന്നെ അങ്ങനെയാണല്ലോ, അങ്ങനെ കള്ളക്കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ടവകളും കയ്യിലുണ്ട്. എവിടെ നിന്നാണ് അവ കിട്ടിയത്? ഞാൻ അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ അല്ലേ? ഞാൻ അങ്ങനെ കാണിക്കാറുണ്ട്. അമ്മ ചെറുപ്പത്തിലെല്ലാം ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്നാലാണ് അത് അവർക്കും വരിക. അങ്ങനെയൊക്കെ ഇല്ലേ? പല അടവുകളും കയ്യിലുണ്ട്, പല അടവുകളും. അതുപോലെ ഈ സ്റ്റെയർ കേസ് ഇല്ലേ, ഈ സ്റ്റെയർ കേസ് അറ്റം വരെ കയറും അവൻ. ഇപ്പോഴുള്ള കുറച്ച് നാളായിട്ട് അങ്ങനെയാ. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറ്റം വരെ ഒറ്റയ്ക്ക് കയറും, ഒരാളുടെ ഹെൽപ്പ് ഇല്ലാണ്ട് കയറും. പക്ഷെ ഞങ്ങള് ബാക്കിൽ നിൽക്കൂട്ടാ. എങ്ങാനും ഇനി ഇവിടുന്ന് പെരുണ്ട് വീണ് കഴിഞ്ഞാൽ അത്ര സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ കയറുന്ന സമയത്ത് ഞങ്ങൾ ആരെങ്കിലും ബാക്കിൽ നിൽക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും വേണ്ട, അവൻ ഒറ്റയ്ക്ക് കയറിക്കോളും. പക്ഷെ പെട്ടെന്നെങ്ങാനും വീണാലോ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ബാക്കിൽ നിൽക്കും. കയറി പോണ സമയത്ത് അവനിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. ആരെങ്കിലും ബാക്കിൽ നിൽക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞ് നോക്കുകയും ചെയ്യും. അവൻ ഒറ്റം വരെ കയറി പോകും, മോള് വരെ കയറി പോകും. മോളിലെ റൂമിലേക്ക് വരെ അവൻ കയറി പോയി തുടങ്ങി. ഭയങ്കര ഡേഞ്ചറാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും പിടിച്ച് കയറലും. ഇപ്പൊ അങ്ങനെ പിടിച്ചൊക്കെ നടന്ന് തുടങ്ങി. അതായത് സോഫ ആയാലും എവിടെ ആയാലും പിടിച്ചു നിന്ന് അത് പിടിച്ചിങ്ങനെ നടന്നു തുടങ്ങി. അപ്പൊ പിന്നെ ഇപ്പൊ ഭയങ്കര ഡേഞ്ചറാ. എന്ത് കിട്ടിയാലും വായിലിടും ചെയ്യും. അപ്പൊ അങ്ങനെ എപ്പോഴും അവന്റെ പിന്നാലെ തന്നെ നടക്കണം. അല്ലെങ്കിൽ എവിടെന്നാ എപ്പോഴാ പെരുണ്ട് വീഴാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാനിനി രാവിലെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കട്ടെ. ഉണ്ണിയുടെ ഫുഡും കാര്യങ്ങളൊക്കെ അമ്മ കൊടുത്തു കഴിഞ്ഞാൽ ഇനി അവരെ തന്നെയാണ് കുളിപ്പിക്കുക. അപ്പനമ്മയും കൂട്ടിട്ടാണ് അവനെ കുളിപ്പിക്കണം. അവന് അത് കഴിഞ്ഞ് ആ ഒരു സമയത്ത് ഞാൻ ഫുഡ് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് അവൻ ഉറങ്ങാൻ. അവനിന്ന് 9:30 ഏറ്റു. സാധാരണ ഇങ്ങനെ ഏറ്റിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഉറക്കാണ്. അപ്പോൾ ഇനി അവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവനിനി ഉറക്കണം. രാവിലത്തെ നമ്മുടെ പരിപാടികൾ അതൊക്കെയാണ്. ഫുഡൊക്കെ കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഉള്ളിൽ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി അടുത്തതായിട്ട് കാണാം. അതിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നില്ല, ഞാൻ ഇവന് ഉപയോഗിക്കുന്നത് ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് ഡയപ്പറായിട്ട്. അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതാണ് സാധനം, കണ്ട, ഇതാണ് സംഭവം അല്ലേ കുട്ടാ? ഇതിൽ കളിച്ച എന്റെ മോൻ. ഇതാണ് സംഭവം, ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ്. ഇതിൽ അലോവേര ഉള്ള കാരണം കൊണ്ട് ഇത് റാഷ് ഫ്രീ ആണ്. അതുപോലെ 5 ലെയേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ലീക്ക് ലോക്ക് പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട്. ഓൾ ഡേ അല്ലെങ്കിൽ നമുക്ക് നൈറ്റ് ഫുൾ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 12 hours നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 10 million പോഴ്സ് ഉണ്ട്. അതുകൊണ്ട് നല്ല ബ്രീത്തബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇറിറ്റേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ റാഷസും ഇല്ല. ഇവന് ഇറിറ്റേഷനോ അല്ലെങ്കിൽ റാഷസോ അങ്ങനെ ഒന്നും ഇത് ഉപയോഗിച്ചിട്ട് ഇതേവരെ വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഇതിന്റെ ഈ ഭാഗത്ത് കണ്ട ഒരു യെല്ലോ കളർ, അത് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ ആണ്. നല്ല പോലെ യൂറിൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റാറായി എന്നുള്ളൊരു ഇൻഡിക്കേറ്റർ ആണ് അത്. പിന്നെ ഇത് കണ്ട നല്ല സ്ട്രെച്ചബിൾ ആണ്. അവൻ തന്നെ വലിക്കേണ്ടത് കണ്ട, നല്ല സ്ട്രെച്ചബിൾ ആണ്.
അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടാണ് ഇടാൻ വേണ്ടിട്ട്. നമുക്ക് തൈസീക്കോടെ പുണ്ണിയുടെ തൈസീക്കോടെ ഒന്നും മറ്റേ യൂറിൻ ലീക്കാവേ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഈ സംഭവത്തിന്. പിന്നെ ഇത് കണ്ടോ, ഇതെന്ന് പറയുന്നത് ഡിസ്പോസൽ ടേപ്പ് ആണ്. അപ്പൊ നമുക്ക് യൂറിൻ ആയി കഴിഞ്ഞാൽ അത് നമുക്ക് മടക്കി ഈ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. അപ്പൊ നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ നല്ല സിമ്പിൾ ആണ്. പിന്നെ നല്ല അബ്സോർബൻസി ഉണ്ട് കേട്ടോ ഇതിന്, നല്ല അബ്സോർബൻസി ഉണ്ട്. അതുപോലെ 360 ഡിഗ്രി ഇതിന് പ്രൊട്ടക്ഷനും ഉണ്ട്. ഇത് യൂറിൻ ആയ അപ്പൊ തന്നെ ജെല്ലായിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ലീക്കേജോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നല്ല അബ്സോർബൻസി ഉണ്ട് ഇതിന്. പല സൈസിലും നമുക്ക് അവൈലബിൾ ആണ്. ഇവന് ഞാനിപ്പോ ലാർജ് സൈസാണ് എടുക്കണത്. അത് അവന് കറക്റ്റ് ആണ്. മീഡിയം എടുത്താലും കുഴപ്പമില്ല, പക്ഷെ നല്ല ലാർജും കറക്റ്റ് ആണ്. ഉണ്ണിയുടെ കുളിയൊക്കെ കഴിഞ്ഞ് അവൻ ഉറങ്ങി. അപ്പം ഞാൻ അവന് ഈ പാട്ട് വെച്ച് കൊടുക്കും. അത് ബേബി സ്ലീപ്പിങ്ങിൻ്റെ മ്യൂസിക്കാണ്. അപ്പോൾ നല്ല ഉറക്കമാണ്. ഇനിയിപ്പോൾ എപ്പോഴാണ് ഉണരാമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നേരത്തെ എണീക്കും. ഞാനൊന്ന് അവൻ്റെ അടുത്തുനിന്ന് ഏറ്റുപോയി അവൻ അപ്പം തന്നെ എണീക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ എപ്പോഴാണ് എണീക്കാന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് എണീറ്റതാണ് അവൻ്റെ അടുത്തുനിന്ന്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് അവൻ്റെ ഉറക്കം ശരിയായില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം. അതായത് അവൻ ഒരുപാട് ഭ്രാന്തനാണ്. പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഉറക്കം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊന്ന് എണീറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അവൻ എണീറ്റ് പോരും എൻ്റെ പിന്നാലെ. എനിക്കറിയില്ല എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണോ എന്ന്. എനിക്ക് തോന്നുന്നു ഒരുവിധം പിള്ളേരൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവനെ ഉറക്കി കെടുത്തിട്ട് ഒരു പണി നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അവനൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല, ഒന്നിനും സമ്മതിക്കില്ല. ഒക്കത്തുനിന്ന് ഇറങ്ങില്ല, ഭയങ്കര ദേഷ്യം, വാശി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് തന്നെ പിള്ളേരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തോന്നണം. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ഇവനിങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഡ്രസ്സ് ഇടാനും ഊരാനും ഒക്കെ തന്നെ മടിയാണ്. ഇനിയിപ്പോൾ അവരൊക്കെ അങ്ങനെ അറിവ് വെച്ച് തുടങ്ങിയില്ലേ, അപ്പൊ പിന്നെ അതിന്റെ മടി വേറെ. പിന്നെ അവന് പല്ലരിച്ച് വരുന്നുണ്ട്. അപ്പൊ ആ പല്ലരിച്ച് വരുമ്പോ അതിന്റെ ആ ഒരു ദേഷ്യ ശീലക്കേടുകളൊക്കെ വേറെയും വരും. അങ്ങനെയാണല്ലോ. പനിയും അവന് കുറച്ച് നാൾ മുന്നേ 2 ആഴ്ച മുന്നേ അവന് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ശീലക്കേടുകൾ വേറെ. അപ്പൊ അങ്ങനെ ആകെ കൂടി ഇങ്ങനെ ഒരു ബഹളമായാണ് ഗൈസ് ഇപ്പോൾ അവനെ കൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറക്കി കെടുത്തുമ്പോൾ ഇവിടെ അമ്മയാണെങ്കിൽ ഞാൻ അമ്മയുടെ അടുത്ത് അവിടെ പോയി കിടക്കാനായിട്ട് പറയും, എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്നാലും വേറെ ആരും കിടന്നിട്ടും കാര്യമില്ല, ഞാൻ തന്നെ കിടന്നാൽ തന്നെ അവൻ മര്യാദയ്ക്ക് ഉറങ്ങുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ ഏറ്റു പോരന്നെ ചെയ്യും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഭയങ്കര ദേഷ്യവും വാശിയൊക്കെയാണ്. പിന്നെ നമുക്ക് ഞാൻ ഫുഡ് കാണിച്ചു തരാം. ഞാൻ രാവിലത്തെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവനെ കുളിപ്പിച്ചു, അമ്മ അപ്പനെ കൂടെ കുളിപ്പിച്ചു. പിന്നെ ഞാൻ അവനെ ഉറക്കി കെടുത്തിയേക്കാണ്. ഇന്നത്തെ നമ്മുടെ ഫുഡ് എന്തിട്ടാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കി വെച്ചേക്കണം. നമുക്കിതേ ചോറുണ്ട്, ഇതേ ചെറുപയറുണ്ട്. വാവ്, എനിക്കിഷ്ടാട്ടോ ചെറുപയർ. ഉണ്ണികൾക്ക് ചെറുപയർ കൊടുക്കുന്നത് വളരെ നല്ലതാട്ടത്. പിന്നെ എന്തേ സാമ്പാർ തന്നെയല്ലേ ഇത്? അല്ല അമ്മേ, സാമ്പാറാണോ? പരിപ്പും തക്കാളി? സോറി, സാമ്പാറല്ല ഗൈസ്, ഇത് പരിപ്പും തക്കാളിയാണ്. പരിപ്പും തക്കാളിയും വെച്ചാണ് അല്ല ചിക്കൻ. അയ്യോ, നമുക്ക് അമ്മ സാമ്പാർ വെക്കാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ സാമ്പാർ എന്ന് പറഞ്ഞത്. സാമ്പാറല്ല, പരിപ്പും തക്കാളിയാണ്. ചിക്കൻ ഉണ്ട്, അത് ഇന്നലെ വെച്ച ചിക്കൻ. ആ ചിക്കൻ നമുക്ക് അവിടെ അടുക്കളയിലുണ്ട്. അത് കുറച്ചുള്ളൂ, ഇന്നലത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. അപ്പൊ അത് കുറച്ചുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കൂട്ടാനുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ. നമുക്കതേ സമയം കണ്ട അപ്പൊ 1 മണിയായി. അല്ല, 1 മണി ആവാറായി നമുക്ക് സമയം. ശരിക്കും ഉണ്ണി വന്നേ പിന്നെ എനിക്ക് അങ്ങനെ കുറെ എൻ്റെതായിട്ടുള്ള ഒരു സമയം കിട്ടാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല. എൻ്റെതായിട്ടുള്ള ഒരു സമയം എനിക്ക് പറ്റണില്ല അവനുള്ള കാരണം കൊണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവൻ ഉറങ്ങണ സമയത്താണ് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ അവനെ എണീറ്റതിന് ശേഷമാണ് പിന്നെ എൻ്റെ പണികളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏൽപ്പിച്ചതിന് ശേഷം വേറെ ഇപ്പോൾ അവൻ്റെ ഡ്രസ്സ് തിരുമ്പലായാലും അല്ലെങ്കിൽ അവനുള്ള ഫുഡ് ഉണ്ടാക്കലായാലും ഒക്കെ എനിക്ക് അവനെ എണീറ്റതിന് ശേഷം തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അവൻ ഉറങ്ങിക്കെടുത്തിയിട്ട് എന്തായാലും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, അത് പറ്റാറുമില്ല. അങ്ങനെയാണ് ശരിക്കും പറയച്ചാ എൻ്റെ ഒരു ദിവസം എന്ന് പറയണത് ഫുൾ അവനെ നോക്കിയിട്ടിരിക്കുന്ന ദിവസമാണ്. അവൻ കുറച്ച് കഴിയുമ്പോൾ എണീക്കും, അവൻ കുറച്ച് കഴിയുമ്പോൾ എണീക്കും. അത് കഴിഞ്ഞിട്ട് അവന് ചോറ് കൊടുക്കണം. അതൊക്കെയാണ് നമ്മുടെ ശരിക്കും ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത്. ഫുൾ അവൻ്റെ കൂടെയുള്ള ദിവസങ്ങൾ അവൻ്റെ കൂടെയുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് വേറെ നമുക്കൊന്ന് എക്സ്ട്രാ ആക്ടിവിറ്റീസ് ചെയ്യാനില്ലല്ലോ. പിന്നെ അത് കണ്ട് ഇനി നേരെ അവനെ എണീക്കിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. അവനെ എണീറ്റിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. പൊന്നെന്റെ കുക്ക് കഴിഞ്ഞ കുക്ക് കഴിഞ്ഞ ഈ സമയം ഉടുപ്പൊക്കെ ഇട്ടിരിക്കണേ. ഉടുപ്പൊക്കെ ഇട്ടിരിച്ചാണോ? ആണോ? ഉടുപ്പിട്ടിരിച്ചാണോ നീ? അയ്യോ പതുക്കെ.
പൊന്നന്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് അവനെ എണീറ്റു. അവന് എന്താ പറയാ ചോറ് ഇപ്പൊ കൊടുക്കണ സമയമാണ്. ചോറ് ഞാൻ അവൻ 3 നേരം കഴിക്കണം കേട്ടോ. നമ്മൾ എന്താ കഴിക്കണോ അത് അവൻ കഴിക്കണ്ട്. ഇപ്പൊ ദൈവം സഹായിച്ച അവന് മടിയും കാര്യങ്ങളൊന്നും ഇല്ല കഴിക്കാൻ. ഇനിയിപ്പൊ ഭാവിയിൽ ഇനി മടി വരുമോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ അവൻ കഴിക്കണ്ട എന്ത് കൊടുത്താലും. അല്ലേമ്മ അമ്മന്റെ പൊന്നെ എന്ത് കിട്ടിയാലും കഴിച്ചല്ലേ. മമ്മന്റെ പൊന്നെ ഗുഡ് ബോയ് ആണല്ലേ, ഗുഡ് ബോയ് അല്ലേ. ഇത് കണ്ട ഞാൻ അവന് ഒരു ചെറിയൊരു റെസിപ്പി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കണ്ടതേ. അതിനു വേണ്ടി ഞാൻ പഴം എടുത്തിട്ടുണ്ട്, ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. നമ്മള് കുറുക്കാണല്ലോ കൂടുതൽ ഉണ്ടാക്കാറോ. ഞാൻ എൻ്റെ ഉടുപ്പൊക്കെ ഇങ്ങനെ കുത്തി വെച്ചേക്കാം. അതാണ് അതിലേക്ക് ഇവിടെ ഉടുപ്പ് കാണുന്നത്. കാണുന്നുണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ അവന് മറ്റേ പഴവും ബ്രെഡൊക്കെ വെച്ചിട്ടൊരു ചെറിയൊരു സ്നാക്ക് പോലെ ഉണ്ടാക്കാൻ പോവാണ്. അവൻ കഴിക്കായിരിക്കും. ബ്രെഡ് റോസ്റ്റ്, നമ്മള് ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അതാണ് നമ്മൾ ഉണ്ടാക്കണത്, വേറെ ഒന്നല്ല. അങ്ങനെ അല്ല, ബ്രെഡ് വലിയവരെന്നെ കഴിക്കാൻ പാടില്ല എന്ന് പറയണു. അത് ശരിയാണ്. അവന് കുറച്ച് കൊടുക്കാച്ചിട്ടോ ഒരു ലേശം. അതിനുവേണ്ടി ഞാൻ പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രെഡും അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കിയിട്ട് ബാക്കി അവസാനത്തെ ഔട്ട്പുട്ട് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. എന്നുള്ളതാ കണ്ടാ പൊന്നനുള്ളതാ. പൊന്നനെ ഇത് കണ്ട, അത് നമ്മുടെ മാവുമെന്ന് കിട്ടിയ മാങ്ങയാണ്. കണ്ട കൊറേ മാങ്ങയുണ്ട്. കൊറേ ഇല്ലല്ലോ. വയലിടല്ലേ. പോയി പറക്കിഞ്ഞത്, പോയി പറക്കിട്ട് എന്റെ മോൻ ഓടി പോയി പറക്കിക്കോ. സാധാരണ നമ്മുടെ മാവ് 3 പ്രാവശ്യമല്ലേ പൂക്കുള്ളൂ അല്ലേ. പൂത്തിട്ട് പിന്നെ വീണ്ടും പൂത്തേക്കണതാ. മാങ്ങ ഉണ്ടായിട്ട് അത് പൊട്ടിച്ച് പിന്നെ കുറച്ചൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് വീണ്ടും പൂത്ത് വന്നേക്കണത് ഈ വർഷക്കാലത്ത്. അങ്ങനെ സാധാരണ പൂക്കാറില്ലല്ലോ. ചിലയിടത്ത് ഉണ്ടാവും, പക്ഷെ ഇവിടെ അങ്ങനെ പൂക്കാറില്ല. ഇവിടെ ആദ്യമായിട്ടാണ് അങ്ങനെ പൂക്കണത്. അപ്പൊ അതേ മാങ്ങ കിട്ടിയപ്പോ അതേ അമ്മ അത് ഉണക്കി വെക്കാൻ പോവാണ്. അന്നയ്ക്ക് വരുമ്പോ ഇത് വേണമെന്ന് പറഞ്ഞിട്ട് മാങ്ങാച്ചാർ ഇറച്ചിട്ട് കൊടുത്തു. ചിക്കൻ. അങ്ങനെ നമ്മള് ഇപ്പത്തേക്ക് കണ്ട സമയം മണി 11:30 ഉണ്ണി ഉറങ്ങി. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാത്രിയിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് അതിനിടയ്ക്ക് അന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് ഉണ്ണിനെയൊക്കെ കാണിച്ചു കൊടുത്ത് രാത്രി എല്ലാവരും ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. അമ്മ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഫോൺ നോക്കുകയാണ്. അപ്പം ഇപ്പം ഒന്ന് പുറത്തേക്ക് പോയി. അപ്പോൾ ഉണ്ണി ഉറങ്ങി. അവൻ ഈ സമയം ഒരു 11:30 കൂടി അവൻ ഉറങ്ങും. പിന്നെ ഇടയ്ക്കൊക്കെ എണീക്കും പാൽ കുടിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പിന്നെ രാവിലെയാണ് അവൻ എണീക്കാറ്. അപ്പം അങ്ങനത്തെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ കഴിഞ്ഞു ഗൈസ്. ഫുള്ള് അതായത് ഉണ്ണിയുടെ കൂടെ ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയണത്. നമുക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. അതുകൊണ്ട് ഇന്നങ്ങനെ വേറെ സ്ഥലത്തേക്ക് എവിടേക്കും നമ്മൾ പോയി ഒന്നുമില്ല. ഉണ്ണി ഉറങ്ങണ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഈ കുഞ്ഞെ ലൈറ്റ് ഇടും. ഞാൻ അവിടെ ചെന്നൊക്കെ എടുക്കൂട്ടെ. ഇപ്പോൾ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. ഉണ്ണിയുടെ കൂടെയാണ് ഫുൾ ടൈം. വീണ്ടും ഉള്ളിലിരിക്കലാണ്, അല്ലാണ്ട് പുറത്തേക്ക് അങ്ങനെ പോണ പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റെപ്പ് ചേട്ടൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വൈകിട്ട് ഞങ്ങൾ പുറത്തേക്ക് ചായ കുടിക്കാനായിട്ട് പോകാണ്ട് ഉണ്ണീനെ വീട്ടിലാക്കിയിട്ട് ഇപ്പം ആളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളങ്ങനെ പുറത്തൊന്നും പോണ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം വീടിൻ്റെ ഉള്ളിലാണ്. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് നല്ല രസമാണ്, തണവാണ്. രാത്രി കിടന്നു പറഞ്ഞാൽ നല്ല സുഖമാണ്. AC കാര്യങ്ങളൊന്നും വേണ്ട, നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ ഇന്നത്തെ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ശുഭം. നമ്മൾ നാളെ വീണ്ടും അതെ നമുക്ക് ഈ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതായിരിക്കും ടാറ്റ ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്, ബൈ.